ഹായ് ഹലോ, ഇന്നൊരു ഈസി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദോശമാവ് ഉണ്ടെങ്കിൽ ശർക്കരയും തേങ്ങയും വെച്ച് നമുക്ക് പെട്ടെന്ന് ഈ ഒരു മധുര പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി അരച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ദോശമാവ് എടുക്കണം. അധികം ലൂസാവാനും തിക്കാവാനും പാടില്ല കേട്ടോ. ആവശ്യത്തിന് സോൾട്ടും ഇട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം, 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/4 കപ്പ് അവിൽ, 2 ടേബിൾ സ്പൂൺ നട്ട്സ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹീറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ ശർക്കരയൊക്കെ ഒന്ന് ലൈറ്റായി മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായി ഒന്ന് മിക്സായി മെൽറ്റായിട്ട് നല്ലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ ആയി വരണം. അപ്പോഴേ ഇതൊരു റൗണ്ട് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു 15 മിനിറ്റ്സ് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് ആക്കിയെടുക്കാം. പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സ്റ്റിക്കി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ നന്നായി സ്റ്റിക്കി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് ചെറിയ ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസിലാക്കിയിട്ട് ഷേപ്പാക്കി സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും സ്വീറ്റുമായ ഈ ഒരു മധുര പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഈവനിങ് ടീയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്നാക്കാണ്. അപ്പോൾ ഇനിയും ന്യൂ റെസിപ്പി ആയിട്ട് എത്താം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷീസ്. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.